കുഞ്ഞില, സിനിമയിലെ സാമൂഹ്യ വിമർശനം അകന്നു പോകുന്നു എന്ന ഒരു വിമർശനമുള്ള ആളാണ്, ഒരു പ്രേക്ഷകനാണ് ഞാൻ. എൻ്റെയൊക്കെ സിനിമ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തിലുള്ള സാമൂഹ്യ വിമർശനം പോലും ഇപ്പോഴത്തെ കാലത്തില്ല എന്നുള്ളത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് നമ്മളെയൊക്കെ തന്നെയും. പക്ഷേ ഒറ്റപ്പെട്ടതില്ല എന്നല്ല, പക്ഷേ കുറവാണ്, താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് റോഡിൽ കുഴിയുണ്ട് എന്നുള്ളൊരു പരസ്യവാചകം. നോക്കൂ, ഇന്നത്തെ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയിൽ ട്രെൻഡിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നു ഇത്. എങ്ങനെയാണ് കുഞ്ഞിലെ അതിനെ വിശകലനം ചെയ്യുക? ഞാൻ പറയണ കേൾക്കാന്ന് വിശ്വസിക്കണം. പ്രേംകുമാർ പറഞ്ഞത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനെങ്കിലും അദ്ദേഹത്തിനെ പോലെയുള്ള പ്രേംകുമാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് ഇടതുപക്ഷ ഹാൻഡിലുകൾ സിനിമ ബഹിഷ്കരിക്കും, ടെലിഗ്രാമിൽ കാണും എന്നൊക്കെ ഇന്ന് ചറപറ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതേപോലെയുള്ള നിങ്ങളിപ്പോ പറഞ്ഞ പോലെയുള്ള അതേ കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. കാരണം ഒന്നാമത് നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിമർശനം, അറ്റ്ലീസ്റ്റ് കോമൺ പേഴ്സണെ അഫക്ട് ചെയ്യുന്ന സാമൂഹ്യ വിമർശനം പോസിബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ, OTT-ല് ഗാന്ധി എന്ന് പരാമർശിക്കുന്ന ഒരു സംഗതി പോലും ആമസോണും നെറ്റ്ഫ്ലിക്സും എടുക്കില്ല, കേന്ദ്രത്തിന്റെ നയം കാരണം. നെറ്റ്ഫ്ലിക്സിന്റെ ആണെന്ന് തോന്നുന്നു ആൾക്കാര് ഒളിവിൽ പോയിട്ടുണ്ട് ഈ സാമൂഹിക വിമർശനം നടത്താൻ പറ്റുന്നില്ല എന്നുള്ള കാരണം കൊണ്ട്. അതിനെതിരെ ഘോരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന പക്ഷമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM. അപ്പം അവരുടെ പ്രചാരകരായിട്ടുള്ള ഹാൻഡിലുകൾ ഇത്തരത്തിൽ ഉള്ള ഒരു അപഹാസ്യമായിട്ടുള്ള ഓരോ സംഗതികൾ ചാനലിൽ വരെ വന്നിരുന്ന് പറയുമ്പം എനിക്കറിഞ്ഞൂടെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേംകുമാറിനെ പോലെയുള്ള, പ്രേംകുമാർ റെപ്രസെന്റ് ചെയ്യുന്ന സൈബർ വിങ്, അതായത് പൊതുമരാമത്ത് മന്ത്രി വരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രി വരെ പറയുന്നു അത് സെറ്റയറാണ്, ആ രീതിയിൽ കാണണമെന്ന്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? റോഡിൽ കുഴിയുണ്ട് എന്നുള്ള വാചകം തെറ്റാണോ ശരിയാണോ? നമുക്ക് ട്രൂ ഓർ ഫോൾസ് കളിക്കാം. ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ചോദ്യത്തിൽ റോഡിൽ കുഴിയുണ്ട് എന്നുള്ള റോഡ്സ് ഹാവ് പോട്ട് ഹോൾസ് എന്നുള്ള വാചകം ട്രൂ ഓർ ഫോൾസ് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഈ കുട്ടി എന്താ എഴുതണം? ഇവരെന്താണ് ഈ പറയണത്? ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ ശ്രമിക്കുന്നത്? എനിക്ക് ആകപ്പാടെ ഒരു വിയോജിപ്പുള്ളത്, ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് നമ്മള് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ, ഞാനിന്ന് സിനിമ കണ്ട ആളാണ്, പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്കത് യോജിക്കാൻ പറ്റില്ല. കൃത്യമായിട്ടും സിനിമയിലെ കഥാപരിസരത്ത് അധികാരത്തിലിരിക്കുന്നത് CPM ആണ് എന്ന് തന്നെയാണ് സിനിമ കാണിക്കുന്നത്. അങ്ങനെ ഉള്ള ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു പൊതുമരാമത്ത് മന്ത്രി ജയിലിൽ പോയിട്ടുണ്ടല്ലോ, പാലാരിവട്ടം പാലത്തിന് കാണിച്ച അഴിമതിയുടെ കേസിലല്ലേ അദ്ദേഹം ജയിലിൽ പോയത്. അങ്ങനെ ജയിലിൽ പോകണം എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത്. UDF-ന്റെ മന്ത്രിക്കാവാമെങ്കിൽ എന്തുകൊണ്ട് LDF-ന്റെ മന്ത്രിക്ക് ആയിക്കൂടാ? അത് മാത്രമല്ലേ സിനിമ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, ഇതിനകത്ത് RSS-നെ നല്ലോണം വിമർശിച്ചിട്ടുണ്ട്. അതെന്തേ കാണാത്തത്? RSS പ്രൊപ്പഗാൻഡയാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ഈ ആവേശത്തിൽ. ഒരു മിനിറ്റ് കുഞ്ഞില, ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ചോദ്യം ഇപ്പോൾ കുഞ്ഞിലയുടെ ഉത്തരത്തിലൂടെ എനിക്ക് തിരിച്ച് പ്രേംകുമാറിനോട്. ശ്രീ പ്രേംകുമാർ, ഞാൻ വളരെ പക്വമതി എന്നും വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് താങ്കൾ. സിനിമ കണ്ടതിന് ശേഷം മാത്രമായിരുന്നില്ലേ താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടിയിരുന്നത്? ആ സിനിമ കണ്ടതിന് ശേഷം താങ്കൾക്ക് അത്രയും തോന്നുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഒരു പരസ്യവാചകത്തിൽ താങ്കളുടെ രാഷ്ട്രീയ ബോധത്തിന് ഹിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന ഒരു ചില്ലറ വർത്തമാനക്കാരുണ്ടല്ലോ, ആ ഗണത്തിൽ പെട്ടുപോകില്ലേ? അല്ല നികേഷ്, ഇത് രണ്ട് ടെക്സ്റ്റ് തന്നെയാണ്. ഒരു പടം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്, ഒരു സംഗതിയാണ്. ആ പടം എന്താണ് എന്നുള്ളത് വേറൊരു സംഗതിയാണ്. പടം കണ്ടതിന് ശേഷം അതിനെപ്പറ്റി പറയാം. അതുപോലെ തന്നെ വിമർശിക്കാനും വിയോജിക്കാനുള്ള സ്പേസ്, വിമർശിക്കാനും വിയോജിക്കാനുള്ള പൊട്ടൻഷ്യലുള്ള സംഗതിയുമാണ് ഒരു പടം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പടത്തിന്റെ ക്യാപ്ഷൻ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ വിമർശിക്കേണ്ടതാണ്. ഇത് ഒരുപക്ഷെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ സോഷ്യൽ ഡിസ്കോഴ്സിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന തേർഡ് ജെൻഡറിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയോ റേസിസ്റ്റ് ആയിട്ടുള്ളതോ ആയ ഒരു കമന്റ് ആയിരുന്നു ഈ പരസ്യത്തിൽ എന്ന് കരുതുക. ഞാനും അതിനോട് വിയോജിക്കും, സ്വാഭാവികമാണ്. അത് പരസ്യമല്ലേ, വിട്ടേക്കാമെന്ന് വിചാരിക്കില്ലല്ലോ. ഫെയർ ആൻഡ് ലവ്ലിയിൽ ഫെയർ ആവും എന്ന് പറയുന്നതിനെ വിമർശിക്കുന്നത് നമ്മൾ. അത് പരസ്യമല്ലേ, ഫെയർ ആൻഡ് ലവ്ലി എന്താ പറയാ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നത് ശരിയല്ല. പരസ്യങ്ങളും വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ്. പരസ്യങ്ങളും കമ്മ്യൂണിക്കേഷൻ അതിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പബ്ലിക് ഒപ്പീനിയനെ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പരസ്യങ്ങളെ വിമർശിക്കേണ്ടതില്ല, വായിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ആ വിമർശനത്തെ നിങ്ങൾ വിമർശിച്ചോളൂ, സ്വാഭാവികമായിട്ടും. അത് ശരിയല്ല എന്നും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞോളൂ. അതിനെപ്പറ്റി നമുക്ക് തർക്കമാവാം, ചർച്ചയാവാം. പക്ഷെ പടം കണ്ടിട്ട്
ഈ പോസ്റ്ററിനെ പറ്റി പറയാമായിരുന്നു എന്ന് പറയുന്നതിൽ അല്ല, കാര്യമില്ല. ഇതിനകത്തുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഇടത് ഹാൻഡിലുകൾ മാപ്ര എന്ന് പറഞ്ഞ് ഞാൻ അടങ്ങുന്ന മാധ്യമ പ്രവർത്തകരെ വിമർശിക്കുന്നുണ്ടല്ലോ. പക്ഷേ തിരിച്ച് ഈ വിമർശനം ഉന്നയിക്കുന്നവരുടെ വിമർശനം ഉന്നയിക്കുന്നവർ എത്ര കണ്ട ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കും എന്നതിൻ്റെ ഉത്തമോദാഹരണമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടും. ഇല്ല, ഞാൻ ഈ പരസ്യം നിരോധിക്കണമെന്നോ പരസ്യം കൊടുക്കരുതെന്നോ ദേശാഭിമാനിയിൽ വന്നത് ശരിയല്ലെന്നോ നിങ്ങൾ ആരും പടം കാണരുതോ എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുകയുമില്ല. ഈ പരസ്യം പിൻവലിക്കണമെന്നോ പടം പിൻവലിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ആ പടത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ള സാധനത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഹേർട്ട് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആദ്യം ചോദിച്ചു ഇങ്ങനെ വിഷമം ഉണ്ടാക്കുന്നു, വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഫ്രീഡം എനിക്ക് ഉണ്ടെന്നല്ലേ തന്നെയാണ് അർത്ഥം. ഫ്രീഡം എനിക്ക് കുഞ്ഞില, ഞാൻ തിരിച്ചു വന്നാല് നോക്കൂ, ഇതിപ്പോ ആ സിനിമയ്ക്ക് വലിയ ഗുണമായി. ഈ രാഷ്ട്രീയ കുഞ്ഞിലോടാണ് ഞാൻ ചോദിച്ചത്. കുഞ്ഞില, യാതൊരു പ്രശ്നവുമില്ല. അതെ, ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇപ്പം പരസ്യം എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യണമെന്നാണല്ലോ പ്രേംകുമാർ അവകാശപ്പെടുന്നത്. പ്രേംകുമാർ ബ്രാൻഡിംഗ് സൊല്യൂഷൻസ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ പ്രാവീണ്യമുള്ള ഒരാളാണെന്നെങ്കിൽ ഇത് ഒരു ബ്രില്യന്റ് സ്ട്രാറ്റജി ആണ് എന്ന്, അതായത് ഇന്ന് രാത്രി 8 മണിക്ക് ന്യൂസ് ചാനലുകളിൽ ചർച്ച ഇതായിരിക്കും എന്ന് പോലും മുൻകൂട്ടി കണ്ടിട്ടാണ്. സിനിമയുടെ ഡയറക്ടർ തന്നെയാണ്. എനിക്കൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശ തോന്നിപ്പോവാണ് സ്ട്രാറ്റജി വൈസ്. അതുപോലെയുള്ള ഒരു പബ്ലിസിറ്റി സ്ട്രാറ്റജിയാണ് ആവിഷ്കരിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ അദ്ദേഹം ഫോർസി ചെയ്ത പോലെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അതിന്റെ വിജയമാണത്. അപ്പൊ പബ്ലിസിറ്റി എന്നുള്ള നിലയിൽ ബ്രാൻഡിംഗ് സൊല്യൂഷൻ നടത്തുന്ന ഒരാൾക്ക് മിനിമം വേണ്ട ഒരു ബോധ്യമാണ് ഇത് ബ്രില്യന്റ് ആണ് എന്നുള്ളത്. ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അത് വർക്ക് ചെയ്തു. അത് വർക്ക് ചെയ്യുന്നതിൽ സ്ട്രാറ്റജി അറിയാവുന്ന ഒരാൾ, പണി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ശരിയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സന്തോഷിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1 മണിക്കൂറിന്റെ പണം വാങ്ങും. സന്തോഷ് ടി കുരുള്ള പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്. 1 മണിക്കൂർ ചർച്ചയുടെ പണം വാങ്ങിയിട്ടേ ഞാൻ വിടുള്ളൂ. അല്ല, പക്ഷെ അത് ഇപ്പം പബ്ലിക് ഇഷ്യൂ ആയല്ലോ, അപ്പൊ അത് വാങ്ങാനും പറ്റില്ലല്ലോ. അവിടെയാണ് അതിന്റെ ബ്രില്യൻസ്. നികേഷ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഇത് രണ്ട് കാര്യമാണ്. അതായത് ബിസിനസ് ലൈനിൽ ഒരു പ്രൊമോഷൻ, ഒരു ക്യാപ്ഷൻ സക്സസ്ഫുൾ ആവുക എന്നുള്ളതും അതിന്റെ പൊളിറ്റിക്കൽ കണ്ടന്റ് കറക്റ്റ് ആവുക എന്നുള്ളതും 2 കാര്യമാണ്. ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പൊളിറ്റിക്കൽ കണ്ടന്റിനെ പറ്റിയിട്ടാണ്. ഇനി പരസ്യങ്ങളിൽ പോലും ഈ പൊളിറ്റിക്കൽ റിയാലിറ്റിയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ചെയ്യുന്ന പണിയിൽ അത് കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ആളാണ്. കുറിച്ച് പറഞ്ഞപ്പോഴേ പ്രേംകുമാർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് പറഞ്ഞപ്പോ 3rd ജെൻഡർ എന്ന് ഉപയോഗിച്ചിരുന്നു. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ട്രാൻസ്ജെൻഡർ എന്നുള്ള പദമാണ് ഡിസ്കോഴ്സിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്താലും നന്നായിരിക്കും. തിരുത്താവുന്നതാണ്.